പ്രിയമുള്ളവരെ, സംസ്കാരം എന്ന ഒരു പ്രക്രിയയുടെ ഉന്നതഭാവം നന്ദി പ്രകടനമാണ് എന്ന് നമ്മളെല്ലാം മനസ്സിലാക്കണം. അതായത് ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ ഹയസ്റ്റ് ഫോം ഓഫ് കൾച്ചർ എന്ന് പറയാറുണ്ട്. അത് സത്യമാണ്. ആ ഒരു വാചകം പാടി പാടി നടക്കുന്ന ഒരു പക്ഷി നമ്മുടെ പ്രകൃതിയിലുണ്ട്. അതേതെന്നറിയണ്ടേ? അതായത് നമ്മുടെ രാജകീയ പദവിയും നോട്ടവും നടപ്പും ഒക്കെയുള്ള കൊക്ക് എന്ന പക്ഷിയാണ്, ക്രെയിൻ. ആ പക്ഷിക്ക് ഒരുപാട് വിശേഷതകളുണ്ട്. അതായത് അത് ഒരു തപസ്യായ പക്ഷിയാണ്. മാത്രവുമല്ല, ഏകാഗ്രമായി മാത്രമേ അത് എപ്പോഴും ഇരിക്കുകയുള്ളൂ. അതിനെ കണി കാണുന്നത് വളരെ നല്ലതാണ് എന്ന വിശ്വാസം ഉണ്ട്. അതിൻ്റെ നടപ്പും നോട്ടവും എല്ലാ കാര്യങ്ങളിലും അത് മാന്യത പാലിക്കുന്ന ഒരു പക്ഷിയാണ്. ആ പക്ഷിയെ നമ്മൾ എപ്പോഴും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട് എന്നറിയാം. അപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന വാക്കുമായി ആ പക്ഷി എപ്പോഴും പറന്ന് നടക്കുന്നുണ്ട്. അങ്ങനെയാണ് പറയപ്പെടുന്നത്. അതിന് പിന്നിൽ ഒരു കഥയുണ്ട്. അതായത് ഈ പക്ഷിക്കൊരു പ്രത്യേകതയുണ്ട്. അതിന് ഏകഭാര്യത്വം അല്ലെങ്കിൽ ഏകഭർത്തൃത്വം സ്വീകരിക്കുന്ന പക്ഷിയാണ്. ഇണയിൽ ഏതെങ്കിലും ഒന്ന് ചത്തുപോയാൽ അത് പിന്നെ വേറൊരു പക്ഷിയെ, അവശേഷിക്കുന്ന പക്ഷി വേറെ പക്ഷിയെ സ്വീകരിക്കുകയില്ല. അതിൻ്റെ ജീവിതം അങ്ങനെ അത് അവസാനിപ്പിക്കും. അങ്ങനെ അത്രയും നല്ല പാതിവൃത്യം സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു പക്ഷി കൂടിയാണ് കൊക്ക്. അപ്പോൾ ഈ കൊക്ക് ഒരു ദിവസം ഒരു അമ്മ കൊക്കും അച്ഛൻ കൊക്കും ഒരു ദിവസം കാട്ടിലെ ഒരു കുളക്കരയിൽ ഇങ്ങനെ മത്സ്യം പിടിക്കാൻ ഇരിക്കുമ്പോൾ അവർ ഏകാഗ്രമായിരിക്കും. പരിസരത്ത് നടക്കുന്നതൊന്നും ആ പക്ഷി അറിയുകയില്ല. രണ്ടുപേരും അങ്ങനെ ഇരുന്നു. അപ്പോൾ കുളത്തിൽ അവരവരുടെ അടുത്ത് വരുന്ന മീനിനെ മാത്രമേ അത് പിടിക്കുകയുള്ളൂ. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന മീനിനെ പിടിക്കാൻ ശ്രമിക്കുകയില്ല. ഏകാഗ്രമായിരുന്ന് അതെങ്ങനെ പിടിക്കാനിരിക്കുകയായിരുന്നു. ഇങ്ങനെ രണ്ട് പക്ഷികളും ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു ചെന്നായി ആ വഴിക്ക് വന്നു. അതിൽ ആ ആൺപക്ഷിയെ ആ ചെന്നായി കടിച്ച് അങ്ങ് തിന്നുകയാണ്. തിന്നു കഴിയുമ്പോൾ ചെന്നായിയുടെ വായിലേക്ക് അതിൻ്റെ കാലിൻ്റെ മുള്ളുകൾ അങ്ങനെ കൊണ്ടുകയറി. ചെന്നായി വല്ലാതെ വേദന കൊണ്ട് പുളയുന്നത് കണ്ടപ്പോൾ ആ പെൺപക്ഷിക്ക് വിഷമം തോന്നി. തൻ്റെ ഭർത്താവിനെയാണ് കൊന്നത് എങ്കിലും ആ പക്ഷിയുടെ മനസ്സിൽ വിഷമം തോന്നി. പക്ഷി ഇങ്ങനെ ചെന്നായി വിഷമിച്ചിരിക്കുന്നത് കണ്ടു. ചെന്നായി കൊക്കിനോട് ചോദിച്ചു, നിനക്ക് വലിയ കൊക്കല്ലേ, എൻ്റെ വായിലൊന്ന് കൊക്കിട്ട് ഈ മുള്ളിനെ ഒന്ന് എടുത്തു തരാമോ എന്ന്. അപ്പോൾ ആ പെൺപക്ഷി എന്തായാലും സഹായിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ പെൺപക്ഷിക്കറിയാം ഈ ചെന്നായി വളരെ ദുഷ്ടനും നീചനും ചതിയനുമാണെന്ന്. അതുകൊണ്ട് പെൺപക്ഷി പറഞ്ഞു, എൻ്റെ തല നിൻ്റെ വായിലേക്ക് താഴ്ത്തുമ്പോൾ നീ അനങ്ങാതിരിക്കണം. മുള്ള് എടുത്ത് പുറത്തേക്ക് വരുന്നതുവരെ അനങ്ങരുത് എന്നൊരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ മുള്ളെടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുള്ളെടുക്കാനിരുന്നപ്പോൾ കൊക്ക് പറഞ്ഞു, നീ അനങ്ങാതിരിക്കണം, അത്ര മാത്രമേ എനിക്കുള്ള നിബന്ധന. അങ്ങനെ അത് രണ്ട് സമ്മതിച്ച് ചെന്നായി ഇങ്ങനെ വായും തുറന്നിരുന്നു കൊടുത്തു. പക്ഷേ കൊക്കിന് അറിയാമായിരുന്നു ഇത് ചതിയനാണ്, എന്തെങ്കിലും ചതി പറ്റിക്കുമെന്ന്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ കൊക്ക് ചെന്നായിയുടെ വായിലേക്ക് തലയിട്ടപ്പോൾ ചെന്നായി മിണ്ടാതെ നിന്നു. അങ്ങനെ കുറച്ച് താഴോട്ട് കുത്തി ചെന്ന് ആ മുള്ളിലേക്ക് എടുത്തു സ്വല്പം ഒന്ന് വലിച്ചപ്പോൾ ചെന്നായി ഒന്ന് അനങ്ങി. അപ്പോഴത്തേക്ക് കൊക്കിന് മനസ്സിലായി ഇത് അബദ്ധമാണ് എന്ന്. കൊക്ക് ഉടനെ ആ മുള്ള് അതിൻ്റെ തൊണ്ടയിൽ തന്നെ കുത്തി അമർത്തി വെച്ചുകൊണ്ടിട്ട് പറന്നു പോയിട്ട് പറഞ്ഞു, ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ ഹയസ്റ്റ് ഫോം ഓഫ് കൾച്ചർ. ആ പക്ഷി ഇപ്പോഴും അത് പാടിക്കൊണ്ട് തന്നെ നടക്കുകയാണ് എന്നാണ് വിശ്വാസം. ആ പക്ഷിയാണ് മനുഷ്യനിലേക്ക് ഈ തത്വം എത്തിച്ചത്. ഈ തത്വം നമ്മളെല്ലാം മനസ്സിലാക്കണം. നന്ദി, നമസ്കാരം.